زهرة تدخل الحي بقلم ലൈല അൽ ഉസ്മാനി. കുവൈറ്റി കഥാകൃത്തായ ലൈല അൽ ഉസ്മാനി എഴുതിയ സെഹ്റ ആ ഗ്രാമത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന കിസ്സ കസീറ ഷോർട്ട് സ്റ്റോറിയാണ് ഇന്നത്തെ വിഷയം. സെഹ്റ അവൾ ആ രാത്രി ആരും അറിയാതെ ആരും കാണാതെ കടൽ തീരത്തുള്ള ആ ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നു. അവൾ ആരാണെന്നോ എങ്ങനെയാണ് അവൾ അവിടെ എത്തിയതെന്നോ എന്തിനാണ് വന്നതെന്നോ ആർക്കും അറിയില്ല. കടലിലേക്ക് തുറന്നിടാൻ പാകത്തിലുള്ള ജനൽപ്പാളിയും വാതിലുമുള്ള വീട് അവൾക്ക് വാടകയ്ക്ക് കൊടുത്തതാരാണോ അതും ആർക്കും അറിയില്ല. അവൾ ആ വാതിലുകൾ അടക്കാറേയില്ല. നേരം പുലരുവോളം കടലിലേക്ക് അങ്ങനെ നോക്കി ഉറക്കമൊഴിച്ചിരിക്കും. അവളുടെ അയൽവാസികൾ അവളെക്കുറിച്ച് പറയുന്നത് എന്താണെന്നോ, സെഹ്റ കടലിനെ ഭ്രാന്തമായി പ്രണയിക്കുന്നവളാണെന്ന്. അവൾ കൂട്ടുകാരനോട് സംഭാഷണം നടത്തുന്നത് പോലെ അതിനോട് രഹസ്യങ്ങൾ തുറന്നു പറയുന്നത് അവർക്ക് കാണാം. ചൂടുള്ള സ്നേഹചുംബനങ്ങൾ അവൾ അതിനേകുന്നു. അരുമയായ ശബ്ദത്തിൽ പാട്ട് പാടിക്കൊടുക്കുന്നു. ഓരോ തിരമാലകൾക്കിടയിലും അവൾ മധുരമായി ചൂളം വിളിക്കുന്നു. അവൾ 30 വയസ്സ് മുകളിലുള്ള പാകപ്പെട്ട സുന്ദരി തന്നെ. വെളുത്തു തെളിഞ്ഞ മുഖത്ത് ചോരറ്റി വീഴുന്ന പോലുള്ള 2 കവിൾത്തടങ്ങളുണ്ട്. കറുത്തുരുണ്ട കണ്ണുകൾക്ക് മുകളിൽ മൂർച്ചയേറിയ വാളുവളഞ്ഞു നിൽക്കുന്ന പോലുള്ള 2 പൂരികങ്ങൾ. ചെസ്റ്റ്നട്ട് ഫ്രൂട്ടിൻ്റെ രോമകൂപങ്ങൾ പോലുള്ള നീണ്ട മുടികളെ അവളുടെ ശോഭയുള്ള ചുമലുകളെ മറക്കുന്നു. തടിച്ച ചുണ്ടുകൾ ചിരിക്കുമ്പോൾ 2 വരികളിലായി വിടരുന്നത് കാണാം. ആ ചുണ്ടുകൾക്കിടയിലെ മുത്തുപോലെ ചിതറിയ പല്ലുകളിൽ അകത്ത് ഒന്ന് സ്വർണ്ണപ്പല്ല് തിളങ്ങുന്നത് കാണാം. അവളെത്തിയ ഗ്രാമമുണ്ടല്ലോ, അത് എത്ര മനോഹരവും ശാന്തമാണെന്നോ. മണ്ണ് കൊണ്ട് പുതപ്പിച്ച അവിടുത്തെ വീടുകളിലെ ജനങ്ങളോ, അവർ വളരെ ഓർമ്മയുള്ളവരാണ്. എന്തിനേറെ പറയുന്നു, മച്ചിനു മുകളിലെ മാടപ്രാവുകൾക്ക് പോലും സ്വന്തം കൂടുകൾ അറിയാം. ഒരാളോടും ഒരേറ്റത്തിന് പോവുകയോ മറ്റുള്ളവരുടെ സമാധാനം നശിപ്പിക്കുകയോ ഇല്ല. എന്നാൽ ഹൈയിലെ സ്ത്രീകൾ സെഹ്റയെ കണ്ടതും ഭയചകിതരായി. അവർ പരസ്പരം ചോദിക്കാൻ തുടങ്ങി, ഇവൾ വിവാഹിതയാണോ? ആണെങ്കിൽ സുന്ദരിയായ ഇവൾ എന്തിനിവിടെ തനിച്ച് ഈ വീട്ടിൽ താമസിക്കുന്നു? അതോ അവൾ വിധവയോ വിവാഹമോചിതയോ ആവാം. അല്ലെങ്കിൽ ചിലപ്പോൾ കന്യകയായാലോ? ഇങ്ങനെ പലതരത്തിൽ ആളുകൾ സംസാരിച്ചു തുടങ്ങി. സുന്ദരിയായ സെഹ്റ തനിച്ച് താമസിക്കുന്നതിൽ അവരുടെ ഹൃദയങ്ങൾ വിറകൊള്ളാനുള്ള കാരണം എന്താണെന്നാ? അവളുടെ സൗന്ദര്യം തന്നെ. എല്ലാവരെയും ആകർഷിക്കാൻ കഴിവുള്ള സൗന്ദര്യത്തിൻ്റെ ഉടമയായിരുന്നു സെഹ്റ. മാത്രമല്ല, അവൾ കാറ്റിന് വേണ്ടി അവളെ തന്നെ തുറന്നു കൊടുത്തിരിക്കുകയാണ്. സ്ത്രീകളുടെ ഭർത്താക്കന്മാരാവട്ടെ അവരധികവും ആ കടലിൽ ജോലി ചെയ്യുന്നവരുമാണ്. അവളിൽ നിന്ന് എങ്ങനെ തങ്ങളുടെ ഭർത്താക്കന്മാരെ സംരക്ഷിക്കും? ഇതായിരുന്നു അവരുടെ ഭയത്തിൻ്റെ മുഖ്യ കാരണം. ആ ഭർത്താക്കന്മാരാവട്ടെ ചക്കരയുടെ മണം അന്വേഷിച്ച് നടക്കുന്ന ഉറുമ്പുകളെപ്പോലെയാണ് താനും.